നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ ചെന്നുപെടുന്ന പ്രശ്നങ്ങൾ ചെറുതൊന്നുമല്ല. ആഗോളതലത്തിൽ നമുക്കറിയാം, മറ്റ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് IMF-ൽ നിന്നൊക്കെയുള്ള വലിയ കടത്തിൻ്റെ പുറത്താണ് ആ രാജ്യം അവരുടെ നിത്യച്ചെലവുകളൊക്കെ മുന്നോട്ട് പോകുന്നത്, സംശയമില്ല. അതിനാണ് ഇപ്പോൾ പുതിയ പുതിയ സഖ്യങ്ങളിലൊക്കെ അവർ ചേരുകയും സൗദിയുമായൊക്കെ അലയൻസ് ഉണ്ടാക്കുകയും നാറ്റോ, ഇസ്ലാമിക് നാറ്റോ പോലെയുള്ള കൂട്ടായ്മകളിൽ എത്തുകയൊക്കെ ചെയ്യുന്നത്. അതിന് പിന്നിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതിലൊന്ന്, നേരത്തെ പറഞ്ഞതുപോലെ നാണക്കേടിൻ്റെ പടുകുഴിലെത്തുന്ന പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. സൗദി അറേബ്യയും UAE അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ അവരുടെ രാജ്യങ്ങളിൽ നിന്ന് 22,000 പാകിസ്ഥാനികളെ നാട് കടത്തി എന്നുള്ള വിവരമാണ്. മറ്റൊന്നിനുമല്ല, ഭിക്ഷാടനമടക്കം നടത്തിയാണ് ഇവർ അവിടെ കഴിയുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നതിനെ തുടർന്നാണ് നാട് കടത്തി. കാരണം തീർത്ഥാടക വിസയിലുമൊക്കെയാണ് പാകിസ്ഥാനികളും മറ്റും ഇങ്ങോട്ടേക്ക് എത്തുകയും മറ്റും ചെയ്യുന്നത്. അതിനുശേഷം അവർ അവിടെ അനധികൃതമായി താമസിക്കുകയും പിന്നീട് ഭിക്ഷാടനത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ രാജ്യങ്ങളുടെ പരാതി. ഇത് ഔദ്യോഗികമായി തന്നെ ഈ പരാതി പാകിസ്ഥാനെ അറിയിച്ചിട്ടുണ്ട് സൗദി അറേബ്യ എന്നത് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, പാകിസ്ഥാനെ തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. 2.5 കോടിയോളം തങ്ങളുടെ പൗരന്മാർ ഭിക്ഷാടനം നടത്തിയാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ്. ഇവർ കോടിക്കണക്കിന് ഇന്ത്യൻ രൂപയാണ് സമ്പാദിക്കുന്നത്. അതായത് 4 ലക്ഷം കോടി ഇന്ത്യൻ രൂപ അവർ സമാഹരിക്കുന്നു എന്നാണ് പാകിസ്ഥാൻ സർക്കാർ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. നന്ദന, ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം രാജ്യം തന്നെ വലിയ കടത്തിലാണ്, മറ്റ് രാജ്യങ്ങളുടെ മുന്നിൽ ഭിക്ഷ എടുക്കേണ്ട അവസ്ഥയിലാണ്. അപ്പോൾ അവരുടെ പൗരന്മാർ കൂടി വല്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്നു എന്നുള്ളത് ചെറിയ ഒരു വിഷയമല്ലല്ലോ. രഞ്ജിത്ത്, ഒരു വശത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ IMF-നും അതുപോലെ മറ്റ് വിദേശ രാജ്യങ്ങൾക്കും മുന്നിൽ കൈനീട്ടേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ പാകിസ്ഥാനുള്ളത്. അതിനോടൊപ്പം ആഗോളതലത്തിൽ മറ്റൊരു നാണക്കേട് കൂടിയാണ് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന പാകിസ്ഥാൻ ഭിക്ഷാടകരുടെ റിപ്പോർട്ട് കൂടി വ്യക്തമാക്കുന്നത്. സൗദി അറേബ്യയും UAE-യും ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ 4 മാസങ്ങളായി നാട് കടത്തിയത് 22,000-ഓളം പാകിസ്ഥാനി ഭിക്ഷാടകരെയാണ്. പാകിസ്ഥാൻ പാർലമെന്റ് സർക്കാർ തന്നെ വ്യക്തമാക്കിയ കണക്കാണിത്. വിദേശ രാജ്യങ്ങളിൽ വീണ്ടും പാകിസ്ഥാന് വലിയ നാണക്കേടാണ് ഈ കണക്കുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. വിസ നിയമങ്ങൾ ലംഘിച്ചതിനും അതുപോലെ വ്യാജരേഖ ചമച്ചതിനും ആസൂത്രിതമായി ഭിക്ഷാടനം നടത്തുന്നതിനുമൊക്കെയാണ് എതിരെയാണ് ഈ ഒരു നടപടി ഗൾഫ് രാജ്യങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ പാർലമെന്റ് കാര്യമന്ത്രി ഡോക്ടർ താരിഖ് ഫസൽ തന്നെയാണ് ഈ ഒരു കാര്യം അവരുടെ സഭയിൽ ഈ ഒരു റിപ്പോർട്ടുകൾ, ഈ ഒരു കണക്കുകൾ പുറത്തുവിട്ടിട്ടുള്ളത്. ഈ വർഷം മാർച്ച് 1-നും ജൂലൈ 13-നും ഇടയിലുള്ള 4 മാസത്തെ കണക്കാണ് 22,000 എന്നത്. ഇതിൽ പാകിസ്ഥാനികളെ തങ്ങളുടെ രാജ്യങ്ങളിൽ നിന്ന് നാടുകടത്തിയ രാജ്യങ്ങളുടെ വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം പാകിസ്ഥാനികളെ നാടുകടത്തിയത് സൗദി അറേബ്യയാണ്. 15,495 പേരെയാണ് നാടുകടത്തിയിട്ടുള്ളത്. തൊട്ടു പിന്നിൽ തന്നെ UAE ഉണ്ട്, 3,802 പേരെ. ബഹ്റൈനിൽ നിന്നും ഒമാനിൽ നിന്നും 521 പേരെ വീതവും, ഖത്തറിൽ നിന്ന് 429 പേരെയും, കുവൈറ്റിൽ നിന്ന് 97 പാകിസ്ഥാനികളെയും തിരിച്ചയച്ചിട്ടുണ്ട്. ഇതിൽ 4,600-ൽ പേർ പിടിയിലാകാതിരിക്കാൻ വേണ്ടി ഗൾഫ് രാജ്യങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞവരാണ് എന്നതാണ് ഏറ്റവും ഗൗരവകരമായ കാര്യം. 1000-ലധികം പേരുടെ കൈവശം പാസ്പോർട്ട് പോലും ഇല്ലായിരുന്നു. പാസ്പോർട്ട് അടക്കമുള്ള രേഖകളൊന്നും ഇവരുടെ പക്കൽ കൈവശം ഇല്ലായിരുന്നു എന്നുള്ളതും ഗൗരവകരമായ കാര്യം തന്നെയാണ്. ഭിക്ഷാടനം നടത്തിയതിന് മാത്രം 472 പേരെയാണ് സൗദിയിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും പിടിയിലായിട്ടുള്ളത്. ഇത് ആദ്യത്തെ സംഭവമല്ല. കഴിഞ്ഞ വർഷവും ഭിക്ഷാടനം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തതിന് 65,000-ഓളം പാകിസ്ഥാനികളെ ഗൾഫ് രാജ്യങ്ങൾ നാടുകടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തീർത്ഥാടന വിസയിലെത്തി തിരിച്ചു പോകാതെ അവർ അവിടെ ഭിക്ഷാടനം പോലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. ഈ ഒരു രീതിക്കെതിരെ സൗദി അറേബ്യ മുൻപും വളരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഭിക്ഷക്കാരിൽ 90% പേരും പാകിസ്ഥാനികളാണ് എന്നുള്ളതാണ് ഇവരുടെ മുൻ വിദേശകാര്യ മന്ത്രിയുടെ തന്നെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പാകിസ്ഥാനിൽ മാത്രം 2.2 കോടിയോളം ആളുകൾ ഭിക്ഷാടനം നടത്തി ജീവനോപാധി കണ്ടെത്തുന്നവരാണ്. ഒരറ്റത്ത് സാമ്പത്തിക തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ അല്ലെങ്കിൽ ആഗോള രാജ്യങ്ങൾക്ക് മുന്നിൽ കൈനീട്ടേണ്ട ഒരു സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ. അതിനോടൊപ്പം മറുവശത്ത് അവരുടെ പൗരന്മാരുടെ ഈ ഒരു നിയമലംഘനവും അതുപോലെ മറ്റു രാജ്യങ്ങളിൽ പോയി നിയമലംഘനം നടത്തുന്ന ഒരു സാഹചര്യവും കൂടെ ഉണ്ടാകുമ്പോൾ അത് പാകിസ്ഥാന്റെ നയതന്ത്ര രീതികളെ വളരെ പ്രതികൂലമായി തന്നെ അല്ലെങ്കിൽ പ്രതിസന്ധിയിലാക്കും എന്ന് തന്നെ പറയേണ്ടി വരും. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. നന്ദനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.